അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ടു എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്ന സമസ്ത പ്രഥമ രൂപീകരണ യോഗത്തിൽ തന്നെ അവരുടെ നേതാക്കന്മാർ ദുആയിരുന്നപ്പോൾ അതിന് റസൂൽ ആമീൻ പറഞ്ഞു എന്ന് അവർ കൊട്ടിഘോഷിക്കാറുള്ള സമസ്ത അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി അഥവാ യാ ഷെയ്ഖ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മമ്പുറത്തെ തങ്ങളെ, ബദരീങ്ങളെ, മടവൂർ ഷെയ്ഖ് എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് അവർ തന്നെ അവകാശവാദം ഉന്നയിക്കാറുള്ള സമസ്ത ഈ സമസ്തയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് അവസാനം അവരുടെ 95% അണികളും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് അവർ തന്നെ പറയുന്ന ക്ലിപ്പുകൾ കഴിഞ്ഞ വീഡിയോയിൽ നാം കാണിച്ചിരുന്നു. അപ്പോൾ സമസ്ത രൂപീകരിക്കപ്പെട്ടതിൻ്റെ പ്രധാനവും പ്രഥമവുമായ ഉദ്ദേശം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കലാണ്. പക്ഷേ നൂറ്റാണ്ട് ഒന്ന് കഴിഞ്ഞപ്പോൾ അത്തരമൊരു കൂട്ടായ്മയെ സൃഷ്ടിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ ഒരു നൂറ്റാണ്ട് കൊണ്ട് വെറും ചപ്പുചവറുകളായ ചണ്ടികളായ കുറേ അനുയായികളെയാണ് അവർക്ക് ബാക്കിയാക്കാൻ കഴിഞ്ഞത് എന്നതാണ് സത്യം. ഇൻഷാ അല്ലാഹ് അതിന് തെളിവായി ഏതാനും ക്ലിപ്പുകൾ ഈ വീഡിയോയിൽ വരും. അതിനു മുമ്പ് സമസ്ത ഇല്ലാത്ത പ്രദേശങ്ങളിൽ, കേരളത്തിന് പുറത്ത് സമസ്തയുടെ സാന്നിധ്യമില്ല, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ദുരന്തങ്ങൾ അഥവാ സമസ്ത ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ നേരിടുന്ന അധപ്പതനം എത്രത്തോളമാണെന്ന് അവർ തന്നെ പറയുന്നതെന്ന് കാണുക. ഒരു 2 ഹുദവികൾ ഗുജറാത്ത് പോയതാണ് ദാവത്തിന് വേണ്ടി. റമദാൻ മാസം പോയപ്പോൾ അവർക്ക് തോന്നി ഏതെങ്കിലും ഒരു ആലിമിനെ കണ്ട് സമ്മതം ചോദിച്ചിട്ട് ദാവത്ത് തുടങ്ങാം. ആ നാട്ടുകാരോട് ഒരു മദ്രസ ഉണ്ടോന്ന് വെച്ചപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓല ഷെഡ്. ഗുജറാത്തികൾ കുട്ടികൾക്ക് ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ റമദാൻ മാസത്തിൽ അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചിട്ട് അതല്ല അതിന്റെ അതബ് തുടങ്ങാന്ന് മനസ്സിലാക്കിയിട്ട് ആ മദ്രസ പോയപ്പോൾ ഉസ്താദില്ല. അപ്പൊ കുട്ടികളോട് വെച്ച് ഉസ്താദോട് വെച്ചപ്പോ ഹോട്ടലിലേക്ക് ചാവടിക്കാൻ പോയതാണ് റമദാൻ മാസേ. അതിൽ ഇവരാകെ അത്ഭുതപ്പെട്ടു. ഏതായാലും ആളൊന്ന് കാണാന്ന് വെച്ചിട്ട് ഇവര് ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ മുപ്പര് പറഞ്ഞു 2 ചായം കൂടി വരട്ടേന്ന്. അതിൽ ഇവരവിടെ ഇരുന്നോട്ട് വെച്ച് 2 ചായ ഇത് റമദാനല്ലേന്ന് വെച്ചാൽ അതിൽ ഉസ്താദ് ചോദിക്കണമല്ലോ, ചായ കുടിച്ചാൽ നോമ്പ് മുറിയോന്ന്. അങ്ങനെ മൂപ്പര വിശ്വാസത്തിൽ നോമ്പങ്ങട്ട് മുറിയാണെങ്കിൽ കട്ടിങ്ങനെയുള്ളാണ്ട് ഇറങ്ങണം. കൊഴുപ്പുള്ള ഭക്ഷണം, നല്ല ഇറച്ചി, നല്ല കോഴിന്റെ കുറകൊക്കെ കണ്ട് ഇറങ്ങിയാൽ സാധനം മുറിഞ്ഞിട്ടുള്ളൂ. ഇത് മുറിയണ്ടേ? അതാണ് ഇപ്പൊ മൂപ്പര വിശ്വാസം. കാരണം എന്താ? അവിടെ സമസ്ത ഇല്ല, അവിടെ മദ്രസ ഇല്ല, അവിടെ ഫിഖ് ഇല്ല. വല്ലാത്ത ജാതി അവസ്ഥ തന്നെ ഗുജറാത്തി മുസ്ലിങ്ങളുടെ അവസ്ഥ. അവിടെ സമസ്തല്ല, അവിടെ മദ്രസ അല്ല, അവിടെ ഫിഖും ഇല്ല. അതുകൊണ്ടുണ്ടായ ദുരന്താണ് ഇപ്പത്. മദ്രസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മദ്രസയ്ക്ക് പോയത് കേട്ടോ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ കേരളത്തിൽ സമസ്തന്റെ ആ പോരിശ് അങ്ങനെ പറയണമെങ്കിൽ കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിങ്ങളെ കുറിച്ച് ചവിട്ടി തേക്കണമല്ലോ. എടോ, എത്ര സമസ്ത ഇല്ലെങ്കിലും, എത്ര ദറസില്ലെങ്കിലും, എത്ര സംഘടന ഇല്ലെങ്കിലും ചായ കുടിച്ചു കഴിഞ്ഞാൽ, നല്ല വെള്ളം കുടിച്ചാലൊക്കെ നോമ്പ് മുറിയും എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിം ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിലുണ്ടോ? എത്ര അന്തല്ലെങ്കിലും, 1/2 ഗ്രാം തലച്ചോറില്ലെങ്കിലും അത് മനസ്സിലാവൂലേ? അപ്പൊ സമസ്ത ഇല്ലാത്തൊരു സ്ഥലത്തെ മുസ്ലിങ്ങൾ ഇത്രത്തോളം മതപ്പതിച്ചവരാണ്. 2 ഹുദവികളാണ് ദഅവത്തിനായി റമദാൻ മാസം തന്നെ അവിടെ ചെന്നിട്ട് അവിടെ ഒരു മദ്രസയിൽ പോയി. അപ്പൊ ഉസ്താദുമാര് ചായ എടുക്കാൻ പോയതാ ഹോട്ടലിൽ. അപ്പൊ ചായ കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് വിശ്വസിക്കുന്ന ഉസ്താദുമാരാ അവിടെ ഉള്ളത്. അപ്പൊ കൗമിന്റെ അവസ്ഥ പറയണ്ടോ? എന്തുകൊണ്ട്? അവിടെ സമസ്ത ഇല്ല, അവിടെ മദ്രസ ഇല്ല, അവിടെ ഫിഖ് ഇല്ല. ഇപ്പൊ ഏകദേശം ഒരു ചിത്രം കിട്ടിയല്ലോ. സമസ്തയും മദ്രസും ഫിഖും ഒന്നും ഇല്ലാത്തടുത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് ഏകദേശം ഒരു ചിത്രം കിട്ടിയല്ലോ. ഇനി അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ, ഗുജറാത്തിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ നമ്മളെ മംഗലാപുരം ഭാഗത്ത് വന്ന് നോക്കി എന്താ അവസ്ഥ? ഞാൻ എന്റെ ഒരു അനുഭവമാണ്. ഇപ്പൊ അടുത്തൊരു പരിപാടിക്ക് പോയി, SKSFകാരൊന്നല്ല, പക്ഷെ ഈ പരിപാടി മാലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഉഷാറായിട്ട് പ്രചരണം ഉണ്ടാവും, നമ്മളെ സ്നേഹിക്കും, നല്ല ഭക്ഷണം തരും, ഒക്കെ ശരിയാണ്. ഇപ്പൊ 3-4 ദിവസം മുമ്പ് മംഗലാപുരത്തേക്ക് വാതിന് പോയപ്പോഴ് ഞാൻ ളുഹുറും അസറും ഇവിടെ തന്നെ നിസ്കരിച്ചു. കുറ്റിപ്പുറം പള്ളിയിൽ വെച്ചിട്ട് അസർ മുന്തിച്ച് നിസ്കരിച്ചു. പിന്നീട് മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ മഗ്‌രിബ് ഇശായിലേക്ക് പിന്തിച്ചു. അവിടെ ഞാൻ എത്തിയത് 9 മണിക്കാണ്. 10 മണിക്ക് വാത് തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ പേപ്പരോട് പറഞ്ഞു, വാത് തുടങ്ങണതിന് മുമ്പായിട്ടൊന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടുകാരനോട് ഞാൻ പറഞ്ഞു, കബിലൊന്ന് കാണിച്ചിരുന്നു. നല്ല ചെറുപ്പക്കാരനാണ്, ഒരു 5-6 ആളുകൾ ആ വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പൊ 4 ദിവസമുള്ള അനുഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ മുസലൊക്കെ കൊടുത്തിട്ട് എനിക്ക് ശരിക്കും കിട്ടുന്നു. ഞാനാണെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചിട്ട് വാതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഉറങ്ങാനുള്ള അവസരം തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അതിനും കൂടി കാത്തിരിക്കണം. അപ്പോൾ സുന്നത്തൊന്നും അപ്പം നിസ്കരിക്കാതെ പിന്നെ ആക്കാന്ന് വെച്ചിട്ട് ജമ്മും കസറാക്കി നിസ്കരിച്ചിട്ട് ചുരുങ്ങിയിട്ട് ഞാൻ ബെഡൊക്കെ കണ്ട് മറിയാൻ നിൽക്കുമ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് പൊരുത്തപ്പെടണം, കബില അങ്ങോട്ടല്ല പറക്കാരൻ. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ എനിക്ക് ആ മുസല്ലിട്ടെന്ന് വെച്ചു. ഞാൻ അങ്ങനെയാണ് ഞാൻ ചിട്ടെന്നാണ്. പിന്നെ എങ്ങനെ ഇപ്പം അങ്ങനെ അല്ലാന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് ഖത്തീബുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട്. അപ്പം നിങ്ങൾ നിസ്കരിക്കുന്ന മുപ്പരുണ്ട്. അപ്പോൾ ഖത്തീബ് പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾ നിസ്കരിക്കല്ലേ? അല്ലെ കൂടിയിരുന്നിട്ട് 3 മാസമായിട്ടുള്ളൂ.
തുടങ്ങാനായിട്ടില്ല. ഇത് കുടിയിരുന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, ഈ പരിപാടി തുടങ്ങാനായിട്ടില്ല. ആരാത്? വാല് സംഘടിപ്പിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പ്രമുഖനായ സംഘാടകൻ. അതല്ലേ നമ്മളെ സങ്കടം. വേറെ ആരെങ്കിലും ആണെങ്കിൽ തർക്കടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു കുടിയിരുന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. പിന്നെ എന്റെ വിഷയത്തിൽ കുറെ നിസ്കാരത്തിന്റെ ഗൗരവം പറയേണ്ടി വന്നു. സമസ്ത കൊണ്ട് കേരളത്തിൽ ഉണ്ടായത് വലിയ നേട്ടാട്ടോ. അതിനൊന്ന് കർണാടകയിലൊക്കെ ഒന്ന് പോയോക്കണം വാലിന്, എന്നാലേ അറിയുള്ളൂ. ഇത്ര അന്തം കെട്ട ഖുറാഫി ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലുണ്ടാവോ? അവിടെ സമസ്ത ഇല്ലാത്തതുകൊണ്ടുള്ള അന്തക്കേടാണ് ഇപ്പത്. എന്താണെങ്കിലും ഒരു ദീനീ പ്രവർത്തകനാണല്ലോ, പല വയല് സംഘടിപ്പിച്ച മുഖ്യ സംഘാടകരിൽപ്പെട്ട ഒരാള്. ഇവരെ ഉസ്താദ് ചെലവില് വരുന്ന വീട്. അപ്പൊ ദീനായിട്ട് എന്തെങ്കിലും പുലബന്ധം ഉണ്ടാവുമല്ലോ. ആ ഉള്ള ആളെ അവസ്ഥയാണ് പറഞ്ഞത്. സമസ്ത ഇല്ലാത്തതുകൊണ്ട് ഓർക്ക് കിബില തിരിയില്ല. എങ്ങനെ ഉണ്ടാവും? എത്രത്തോളം അന്തം കെട്ടവനായിരിക്കും. അപ്പൊ ഇടിച്ചങ്ങട്ട് താഴ്ത്തി തന്നെ. ഇവിടെ മംഗലാപുരത്തുള്ള മുസ്ലിമിനോടല്ല, അവിടുത്തെ ഒരു കുട്ടിരാമനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞില്ലേ കിബില എവിടെയാന്നുള്ളത്? സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിബില. അതുപോലത്തെ കുട്ടിരാമനും കുട്ടിശങ്കരനും വരെ അറിയും. അതുവരെ അറിയാത്ത മുസ്ലിമാണ് പല പരിപാടി സംഘടിപ്പിക്കുന്നത്. അത്ര വരെ അന്തല്ലാത്ത ടീം. എന്താ അത്ര വല്ല അന്തക്കേടിന്റെ കാര്യം? അവിടെ സമസ്തല്ല, അതെന്റെ പ്രശ്നം. അപ്പൊ നിങ്ങൾ വിചാരിച്ചു സമസ്തള്ള ഈ കേരളത്തില് ഇവരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ മരിച്ചൊന്ന് കിട്ടിയാൽ മതി സ്വർഗത്ത് കണ്ടിട്ട് ചാടിക്കേരാന്. അങ്ങനെ എല്ലാ കാര്യവും, വിശ്വാസവും ഫിഖും എല്ലാ കാര്യവും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇങ്ങനെ റെഡിയായി സമസ്തന്റെ 1 നൂറ്റാണ്ട് കാലത്തെ സേവനം കൊണ്ട് ഇനി ഒന്നാണ് മരിച്ചങ്ങോട്ട് കിട്ടിയാൽ മതി, നേരെ സ്വർഗത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടാ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൗമാണ് കേരളത്തിലുള്ളതെന്ന് വിചാരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് ഗുജറാത്തിലെ അവസ്ഥ, മംഗലാപുരത്തെ അവസ്ഥ. ഇതിപ്പോ ഗുജറാത്തുകളെയും മംഗലാപുരത്തെയും ചവിട്ടിത്തേക്കാണ്. അത്ര അന്തം കെട്ടോളൊന്നല്ല മംഗലാപുരത്തെ മുസ്ലിങ്ങൾ, അത് ഞമ്മക്കും അറിയാം. അത് ഇനി ഖുറാഫി ആണെങ്കിലും സലഫി ആണെങ്കിലും ദീനിനോട് നല്ല ഹുബ്ബ് വെച്ച് പുലർത്തുന്ന ആളുകൾ തന്നെ അവിടെ ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും കിബില തിരിയാത്ത ഒരു മുസ്ലിം മംഗലാപുരത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അപ്പൊ സമസ്തന്റെ പോലീശ പറയണമെങ്കിൽ ബാക്കിയുള്ള സമസ്ത ഇല്ലാത്ത സ്ഥലത്തെ മുസ്ലിങ്ങളൊന്നും ചവിട്ടിത്തേ നമ്മളല്ലോ. ഞാൻ വരാൻ ഇൻഷാ അല്ലാഹ് സമസ്ത ഉള്ള സ്ഥലത്തെ കേരളത്തിലെ സമസ്തക്കാരുടെ അവസ്ഥ എന്താന്ന് ഇയാളെന്നെ ഒന്ന് പറയട്ടെ. ഇപ്പൊ ചില ആളുകൾ കബറ് കൊയ്ക്കണ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ മൂടുകല്ലിന്റെ അടിയൊക്കെയുള്ളത് 3 മുഴം 2 മുഴക്കെ. ഞാൻ അങ്ങനെ എന്തിനാ ഇപ്പം അതിൻ്റെ ആവശ്യം? അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഭാഗത്ത് കുഴിക്കണ എന്താ വെച്ചാൽ മലക്ക് നിന്നിട്ട് മയ്യത്തെ നീപ്പിച്ച് ഇരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ തല മുട്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സുബ്ഹാനമഞ്ചല്ലോ. അപ്പം ചില ആൾക്കാരെ അടിച്ചാൽ മയ്യത്ത് ഓടുമ്പോൾ എന്താ കാട്ടുക? എന്നാൽ പിന്നെ അത്രയും പോരെ, കാരണം ചിലപ്പോൾ മലക്ക് വലിയ കുന്തേറ്റാണ്. അപ്പോൾ കുന്തേറ്റ് വരുമ്പോൾ ആ കുന്തം കണ്ട് ചാരി വെക്കണമല്ലോ, അതിനൊന്നും കൂടി നീട്ടണ്ടേ? സമസ്ത സജീവമായി 1 നൂറ്റാണ്ട് കാലം മൂടിട്ട് നിരങ്ങണ ഈ കേരളത്തിലുള്ള ഒരു അനുയായിന്റെ ചോദ്യമാണ് എന്ത്? ഞങ്ങളുടെ നാട്ടിലെ കബറ് കുറച്ച് ആഴത്തിലാണ് കുഴിക്കുക. എന്താ കാര്യം? ആ കബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുമല്ലോ. അപ്പൊ ഈ കിടക്കണ മയ്യത്തിനെ ഒന്ന് എണീറ്റ് നിർത്തിക്കോലോ. അപ്പൊ തല മുട്ടാതിരിക്കാന് എങ്ങനെ ഉണ്ടാവും? ഇത് ആരായി പറയണത്? സലഫിയല്ല, ഇവരനുയായികൾ, കേരളത്തിലുള്ള വല്ല അനുയായികൾ പറയാണ്. അപ്പൊ ഇയാളെ മറുപടി, അങ്ങനെയാണെങ്കിൽ മലക്ക് വലിയ കുന്തയിട്ടല്ലേ വരുന്നത്? ആ കുന്തം ചാരി വെക്കുമ്പോ കുറച്ചും കൂടി ആയത്തിൽ വേണ്ടി വരില്ല കബറ്? ഈ ജാതി പൊട്ടത്തരം യുക്തി കൊണ്ടാണ് ഇവര് ദീന് കളിക്കുന്നത്, മനസ്സിലായോ? ഞാൻ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇയാളെ ക്ലിപ്പന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോ കബറിൽ മലക്കുകൾക്കും മയ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അതിന് ഇവര് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്, മലക്കുകൾ വരുമ്പോ ഈ മയ്യത്തിനെ എണീറ്റ് നിർത്തുമ്പോ തല തട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ആഴത്തിൽ തന്നെ കബർ കളക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന, യുക്തി കൊണ്ട് ദീൻ ചിന്തിക്കുന്ന ഒരു കൗമനെ ഉണ്ടാക്കിയെടുത്തതാണ് സമസ്ത ചെയ്ത സേവനോടോ. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് വരുന്നുണ്ട്. സമസ്ത ഇവിടെ എന്ത് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതുകൊണ്ടും തീർന്നില്ല. ഇനി ഇവര് പഠിപ്പിക്കുന്ന ചില ഇവരെ കൂട്ടത്തില് കൊടിയും ബാനോടുത്ത് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ചില കുട്ടികളെ ചിന്ത എവിടെ എത്തി? ഇവരെന്നെ പറയട്ടെ. മുർത്തദ്കളായി കയ്യിൽ നിന്ന് പോയവരുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം വസ്വാസാണ് നടക്കുന്നത്, മുഴുവനും വസ്വാസുകളാണ്. എന്ത് പറഞ്ഞ റസൂലുള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കാം, അള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കാം, ഖബർ ജീവിതത്തിനെ കുറിച്ച് വസ്വാസാക്കാം. ഒരു കുട്ടിപ്പടുത്ത് ചോദിച്ചു, ഉസ്താദേ ഈ ഖബർ വിശാലാക്കാൻ തോർന്നാൽ മൂടല് കൊഞ്ഞിടൂലേ എന്ന്. നമ്മൾ സാധാരണ ഖബറിങ്ങ പോയിട്ട് തോർക്കുമല്ലോ, പഠിച്ചോനെ ഇയാളെ ഖബറൊന്ന് വിശാലാക്കണേ എന്ന്. അപ്പോൾ ലിബറൽസം കയറിയ കുട്ടി വേക്കുന്നു, അത് തോർക്കല്ലേ ഉസ്താദേ, കാരണം വല്യപ്പാനെ പിന്നെ സെൻറ്ററിക്ക് മൂടലൊക്കെ കൂടി കൊഴിഞ്ഞുക്കുന്ന. അപ്പം അപ്പുറത്തുനിന്ന് വേറെ കുട്ടി, ഒരിക്കലും വിശാലാക്കാൻ തോർക്കാൻ പറ്റില്ല, ഇടുങ്ങാനാണ് തോർക്കേണ്ടത്, കാരണം ഇതാണ്ട് വിശാലായ അപ്പുറത്തിൻ്റെ വല്യമ്മാൻ്റെ ഖബർ അതങ്ങോട്ട് ജാമാവുന്നത്. ഇതൊക്കെ എന്താ കാരണം എന്നറിയാം നിങ്ങൾ? തലയെ കയറിയത് വേറെ സാധനമാണ്, എന്നാൽ കൊടി പിടിക്കാൻ മുമ്പിൽ ഉണ്ടാവും ചെയ്യും. ഇതാ അന്നത്തെ പ്രശ്നം. അല്ല, സമസ്തയിൽ കൊടി പിടിക്കാൻ മുമ്പിൽ ഉണ്ടാവും, എന്നാൽ തലയിൽ കയറുന്നത് ലിബറലിസം ആണ്, യുക്തിചിന്തകളാണ്. എങ്ങനെയാണോ ഈ കുട്ടികളെ തലയ്ക്ക് യുക്തിചിന്ത കയറിയത്? ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ആരെ കയറ്റിയത്, എങ്ങനെ കയറിയത്, അതിൽ നിങ്ങൾക്കൊക്കെ എത്രത്തോളം പങ്കുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.
അപ്പൊ കുട്ടികൾ പറയണെന്ത്, ഖബർ വിശാലാക്കാൻ വേണ്ടി ദോരന്ന് കഴിഞ്ഞാല് അങ്ങനെ ദോർക്കല്ലേ ഉസ്താദ്, അങ്ങനെ ഖബറാണ് വിശാലായി കഴിഞ്ഞാൽ മുകളിലുള്ള മൂടലിൽ കൊയിഞ്ഞാടിക്കാണ്ട് വല്യപ്പാന്റെയും വല്യാമാന്റെയും നിർന്തലയില് പതിക്കൂലേ. അപ്പൊ അപ്പുറത്തുള്ള കുട്ടി പറയണേ, ഓയ് അത് മാത്രമൊന്നുമല്ല പ്രശ്നം, ഓന്റെ വല്യപ്പാന്റെയും വല്യമ്മാന്റെയും മുഖത്തേക്ക് മൂടലിൽ മൂണിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇപ്പുറത്ത് എന്റെ വല്യമ്മ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഖബർ വിശാലാക്കാൻ വേണ്ടി ദോരന്ന് കഴിഞ്ഞാൽ എന്റെ വല്യമ്മാന്റെ ഖബർ ഇടുങ്ങൂലേ. അങ്ങനെ കേട്ടിട്ട് കൗമിങ്ങനെ കയറി എളിക്കുക. മനസ്സിലായ? എന്നിട്ട് അത് ലിബറലിസത്തിന്റെ കുഴപ്പമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനെ ഉണ്ടാക്കിയെടുത്തു നമ്മളെ കുട്ടികൾ തന്നെ. ഇത് നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും ലിബറലിസത്തിന്റെയും തലയിൽ നിന്നിട്ട് കൊടുക്കണ്ട. ഇതിന്റെ ഒക്കെ ഒരു പരിധി വരെ കാരണങ്ങളാണ് ഇയാളെപ്പോലുള്ള മൗല്യമാര് ഈ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ദീനിനെ വിശകലനം ചെയ്യാം. ഇവര് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ദീനിന്റെ വിശ്വാസകാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഈ പ്രസംഗം ഉണ്ടല്ലോ, ഇത് കേൾക്കുന്നൊരു കൗമ് ഇങ്ങനെ ചിന്തിച്ചാൽ എന്താണ് അത്ഭുതം? ആരായന് കുറ്റക്കാര്? നിങ്ങളെ സമസ്ത തന്നെ. നിങ്ങളെ സമസ്തയിൽ ഇതുപോലത്തെ വായാടി മൊല്ലമാരാണ് ഈ കാരണക്കാര്. കാരണം നിങ്ങൾ ഈ ജാതി യുക്തിയായിട്ടാണ്, ഈ ജാതി വഷളത്തരായിട്ടാണ് ഇവിടെ സലഫികളെ നേരിടുന്നത്, പ്രമാണം കൊണ്ടല്ല. ഇയാൾ തന്നെ പറയട്ടെ, സലഫികളുമായുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യത്തിൽ ഇയാളെ തെളിവ് കേട്ടോളി. എന്നോട് ഈ അടുത്ത് സറാവിയായിട്ട് സ്കരിക്കുന്ന ഒരാൾ വന്നാണ്ട് ചോദിച്ചു, അല്ലെങ്കിലും വല്ലാ നീലത്തിന്ന് എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാൻ എന്നവർന്നൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് വെച്ചിട്ടുണ്ട്, ഒരു അഹങ്കാരമല്ലേ എന്ന് വെച്ച്. അപ്പോൾ അയാളോട് പെട്ടെന്ന് തഫ്സീറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്ന പറഞ്ഞു, ഓവറില്ല എന്തേന്ന് വെച്ച് അത് ഞാൻ പാടുമെന്ന് പറഞ്ഞു. അത് മൊയ്തീൻ ഷെയ്യൊന്നും വേണ്ടായിരുന്നു, മൊയ്തീൻ ഷെയ്യും ചർച്ചയിലൊന്നും വെറ്റേ അവർ ഉറൂസാലോ, നിങ്ങൾ പാട്. ആ ഞാൻ പാടുന്നു, എനിക്ക് കഴിയും അതിന് കഴിയില്ലേ, ഇതാ മുത്താലിമീങ്ങളെ കഴിയില്ലേ. ഞാനിപ്പോൾ ഈ പരിപാടിക്ക് വന്നപ്പോഴേ എന്നെ ദാരിമ വിളിച്ചത് ഇവിടുന്നാണ്, ഞാൻ ഉത്തരം കൊടുത്തത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. വിളിച്ചു വൈകൂടാ ഞാൻ ഉത്തരം കൊടുത്തത്. അപ്പം മാലപ്പം എനിക്ക് പാടിക്കൂടെ? എല്ലാവർക്കും പാടാ, നിങ്ങളൊന്ന് പാടിയോ കാണി. വല്ലാ നീലത്തീന്നോ എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരോ നൽകും ഞാനെന്നോവ. നിങ്ങളടുത്ത് മൊബൈലാണ്, എൻ്റെ അടുത്ത് മൊബൈലാണ്, നിങ്ങളുള്ളടത്ത് റേഞ്ച് വേണം, ഞാനുള്ളടത്ത് റേഞ്ച് വേണം. എന്നാൽ പാടാൻ പറ്റണല്ലോ അപ്പം ഈ മാല അല്ല അല്ലേ? എന്താ നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ലേ? ആയ് എന്താ യുക്തി, എന്താ തെളിവ്? ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇയാളെ പ്രസംഗം തന്നെ നമ്മൾ ഇട്ടല്ലോ. എന്ത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. അതിന് തെളിവാരാ? നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കൃഷ്ണൻകുട്ടി ഔലിയ. ഇയാളെ ബാഗ് സ്കാൻ ചെയ്തപ്പോ അതിന് ബ്ലേഡിന്റെ പൊട്ട് കിട്ടി. അപ്പൊ മറഞ്ഞ കാര്യം കൃഷ്ണൻകുട്ടി അറിഞ്ഞില്ലേ, അപ്പൊ മൊയ്തീൻ ഷേഖും അറിയും. ഇതാണ് പോലെ തെളിവ്, അല്ലാതെ ഖുർആൻ ഹദീസൊന്നല്ല. ഇപ്പൊ വേറെ തെളിവ്, വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നൊരു സലഫി ചോദിച്ചത്രേ. തറാവി എട്ടിസ്കരിക്കുന്ന ആള് ചോദിച്ചപ്പോ തെളിവ് ഇത് ഞാനും പാടുമല്ലോ, എന്നെ കൊണ്ടും വയ്ക്കുമല്ലോ. എങ്ങനെയാണ്? ഇന്നപ്പോ ഇവിടുന്ന് പരിപാടി കുറിച്ച് ഞാൻ മലപ്പുറത്തല്ലേ, ഒറ്റ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തില്ലേ. എങ്ങനെയാണ്? അത് മൊബൈലിന്റെ പവറാണിത്. അപ്പൊ ഈ മൊബൈലിൽ ഉത്തരം കിട്ടുന്നതും അതുപോലെയാണോ നിങ്ങളെ ഈ ഔലിയാക്കള് വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബായി കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ മൊബൈലിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഒരു ഭൗതിക വിഷയം മാത്രമാണോ മൊല്ല ഖുറാഫി തന്നെ? എന്താണ് ഈ പറയണത്? ഇതല്ല നിങ്ങളെ യുക്തി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേലായുധനും ഇവിടുത്തെ വാസുദേവനും ഇവിടുത്തെ ജോസഫും ജോർജും കുട്ടി ശങ്കരനും എല്ലാവരും ഔലിയാക്കളാണല്ലോ, എല്ലാവരുടെ കയ്യിലുണ്ട് മൊബൈല്. ഈ മൊബൈല് പറഞ്ഞ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ 3-4 ഘടകങ്ങൾ വേണം. ഒന്ന്, അതിന് ചാർജ് വേണം. 2, അതിന്റെ മൂട്ടിൽ സിമ്മ് തിരികണം, ബാറ്ററി തിരികണം, റേഞ്ച് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏത് ജോസഫും ഏത് രാമൻകുട്ടിയും ഏത് വേലായുധനും വാസുദേവനും കല്യാണിയമ്മയും മാധവിക്കുട്ടിയും ത്രേസ്യാമിയും എല്ലാരും വിളിച്ചാലും മൊബൈലിൽ കിട്ടും. അതാണിപ്പോ വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം നൽകും ഞാൻ എന്നവർ എന്ന് മൊയ്തീൻ ഷേഖ് പറഞ്ഞാൽ തെളിവട്ടപ്പത്. അപ്പൊ മൊയ്തീൻ ഷേഖിന്റെ മൂട്ടിൽ എന്ത് സിമ്മ തിരികിട്ടുണ്ട് നിങ്ങള്? അല്ലെ ഏത് ബാറ്ററിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഏതാ അതിന്റെ റേഞ്ച്? മനസ്സിലായില്ല. ഇത് രണ്ടും ഒരുപോലെയാണെങ്കിൽ, ഇതിന്റെ തെളിവ് ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്ത് കറാമത്താണുള്ളത്, എന്ത് വിലായത്താണുള്ളത്? എന്താ നിങ്ങൾ ഈ പറയണത്? അപ്പൊ 1 നൂറ്റാണ്ട് കാലം കൊണ്ട് ഈ സമസ്ത കേരളത്തിൽ പഠിപ്പിച്ച പിഴച്ച ആദർശങ്ങളുണ്ടല്ലോ, ആ ആദർശത്തിനുള്ള തെളിവുകളാണ് ഇതൊക്കെ. കുട്ടിശങ്കരനും വേലായുധനും മൊബൈലും റേഞ്ചും എയർപോർട്ടിലെ കുട്ടികൃഷ്ണനും സ്കാനിങ് മെഷീനും ഇതൊക്കെയാണ് ഇപ്പൊ ഇതിന് തെളിവ്, അല്ലാതെ ഖുർആനും ഹദീസൊന്നുമല്ല. ഇതാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പൊട്ടൻ യുക്തി കൊണ്ടും പൊട്ട ബുദ്ധി കൊണ്ടും ദീനിനെ വിശകലനം ചെയ്യുക. ഇത് കേൾക്കുന്നൊരു കൗമ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഖബർ വിശാലാകാൻ തോർക്കല്ലേ ഉസ്താദേ, മൂടൽ ഇടിഞ്ഞാടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് അത്ഭുതമാണുള്ളത്? ഒരു സലഫിന്റെ കുട്ടി അങ്ങനെ പറയില്ല. നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ കൗമ് ഇങ്ങനെ പറയും. എന്തുകൊണ്ട്?
നിങ്ങളൊരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വക അബദ്ധജടിലമായ വിശ്വാസങ്ങളും യുക്തിചിന്തകളുമാണ്. ഇത് കേൾക്കുന്ന ഒരു കൗമല്ലേ, അവരങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുള്ളൂ, അല്ലേ? ഇതാണ് സമസ്ത ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശങ്ങൾ. സമസ്ത വളർത്തിയെടുത്ത ഒരു സമുദായം. കഴിഞ്ഞിട്ടില്ല, വരട്ടെ. ഒരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറിയപ്പോൾ നിങ്ങളോട് പറയണം പറ്റൂ, ഇത് ലൈവായി പോണ്ടില്ലേ? അയാൾ കേട്ട, ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്തൊരു ചെങ്ങായി നിസ്കരിക്കാട്ടോ, അപ്പൊ സുജൂദിലാണ് ഇയാൾക്ക് റിങ് വന്നത്. അപ്പൊ അയാള് ആരും അറിയാതെ മൊബൈൽ എടുത്തിട്ട് പറയാ, ഞാൻ ഇപ്പൊ നിസ്കരിക്കാണ് ജി, പിന്നെ വിളിക്കുക. നിസ്കാരത്തിനിടയിൽ ഇതെടുത്തിട്ട് ഞാൻ ഇപ്പൊ നിസ്കരിക്കുകയാണ് ജി, പിന്നെ വിളിക്കുക. എന്താ കഥ? നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സുജൂദ് കിടന്നിട്ട് മൊബൈൽ ഇങ്ങനെ റിങ് ചെയ്തപ്പോഴ് മുമ്പ് മൊബൈൽ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വിളിക്കാൻ, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചോളാം. കാരണം നിസ്കാരം ഭാഗത്തിലാക്കാൻ പാടില്ല, നിസ്കാരത്തിൻ്റെ ഇടയിൽ കൂടി മൊബൈൽ സംസാരിക്കാൻ പാടില്ലല്ലോ. ഇതാരായിരിക്കും? സലഫിയാണോ? അല്ല, ഇവരെ സമസ്തക്കാരിൽപ്പെട്ട ആൾക്കാർ. ഇത്രയാണ് പോലെ ക്വാളിറ്റി മനസ്സിലാക്കണം. പോലെ വളർത്തിയെടുത്തൊരു കൗമിൻ്റെ അവസ്ഥയാണിത്. നേരത്തെ മംഗലാപുരത്തെ മുസ്ലിമിനെ കുറ്റം പറഞ്ഞല്ലോ, അവിടെ സമസ്ത ഇല്ലാത്തതുകൊണ്ട് കിബില തിരിയില്ലാന്ന്. അതിനെക്കാട്ടും വലിയ ഡേഞ്ചറല്ലത്. ഇവിടെ സമസ്ത തേരാപാരം നടന്നിട്ട് രാവും പകലും ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കൗമാണിപ്പോൾ അത്. മനസ്സിലായോ? നിങ്ങൾ വിചാരിച്ചത് ഇതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളത്. ഇനി വരാൻ പോലെ ഇതിലും പൊടുത്തം വിട്ട കമ്പനിയാണ്. കേട്ടോളി, നമ്മളെ നാട്ടുകാരൻ മുനീർ ബാക്കവി ഒതുക്കുങ്ങൽ അയാൾ പ്രസംഗിക്കട്ടെ. അയാൾ പ്രസംഗിക്കുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും. കേട്ടോളി ബല ഗവൺമെന്റ് അവസ്ഥ. മമ്മൂട്ടി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മാതിരി ഇത് അതല്ലല്ലോ. ഞാൻ എടപ്പാള് പോയിക്കടെ വേദനപ്പം മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ചെക്കന്മാർ റളിയല്ലാഹു അൻഹു എന്തൊരു ആവേശം എന്നറിയോ? ആ ശൈത്താന്റെ പേര് കേൾക്കുമ്പോഴാണ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എടപ്പാളിലുള്ള അന്തംകമ്മികളായ സമസ്തക്കാരെ നിങ്ങളിത് കേൾക്കണില്ലേ? അപ്പൊ എടപ്പാൾ പോയി പ്രസംഗിച്ചു. അപ്പം മമ്മൂട്ടിന്റെ പേര് പറഞ്ഞു. ഏത് മമ്മൂട്ടി? സിനിമാ നടൻ മമ്മൂട്ടി ആയിരിക്കും. മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ അതാണ് ശൈത്താന് പറഞ്ഞത്. മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ കൗമ് ചെക്കന്മാരൊക്കെ പാടും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ഇടൂ, അത്രയുള്ള അന്തമുള്ള നിങ്ങളെ കൗമിനെ ചോദിക്കണേ. ഈ കൗമിനെയാണ് നിങ്ങൾ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് വളർത്തിയെടുത്തത്. ഇനി മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോട്ടെ. ചിലപ്പോൾ ഈ മമ്മൂട്ടികളെ പേര് നിങ്ങൾ ഔലിയാക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഔലിയാക്കളെ പേരൊക്കെ അങ്ങനെ തന്നെയുള്ള മമ്മു, കോമു, പിന്നെ കോയ, അന്ത്രു, കോന്ത്രു, ഇതൊക്കെയുള്ള നിങ്ങൾ ഔലിയാക്കളെ പേര്. പിന്നെ നിങ്ങളെ മടവൂരുണ്ടല്ലോ, മടവൂർ കുറേ കാലം താമസിച്ച ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ പേര് മമ്മൂട്ടി മൂപ്പന്നാ. ചിലപ്പോൾ അതൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സമാധാനിക്കുക വേണമെങ്കിൽ ന്യായീകരിക്കുക. നീ എടപ്പാളുള്ള സമസ്തക്കാരിത് കേൾക്കേണ്ടി ഇവർക്ക് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുക. എന്ത്? ഞങ്ങൾ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ മടവൂര് കുറേ കാലം ജീവിച്ച മമ്മൂട്ടി മൂപ്പരില്ലേ, മൂപ്പരാണെന്ന് വിചാരിച്ചിട്ടാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. അത് മുനീർ ബാക്കവി ഉസ്താദ് തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ഒപ്പിച്ചൊക്കെ വേണമെങ്കിൽ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, അടുത്ത് വരട്ടെ. ചില ആൾക്കാർക്ക് ഇവിടെ തീരെ വിദ്യാഭ്യാസത്തെ പാവങ്ങളുണ്ടാവും. ഞാൻ നിലമ്പൂര് പോയി വേദനപ്പോൾ പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പാണ്. ഞാൻ പഴയ കാലത്ത് 16കാരെന്ന് പറഞ്ഞ ആ കാലത്ത് ഇറങ്ങിയ മൂലരാ. നിങ്ങൾ ഇന്ന് തന്നെ കാണുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ വിളിച്ചാൽ ഞാത്ത കാട്ടുന്നു. അപ്പൊ അവിടെ പോയി വേദ പറയുമ്പോ ഞാൻ പറഞ്ഞു, ഇപ്പത്തെ പുതിയ ഫുഡുകൾ അൽഫാം, തന്തൂരി, ഷവായ, ഇങ്ങനെ വണ്ണിപ്പോ ബാക്കിന്ന് വയസ്സായ ഉപ്പമാര് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ഓലി അൽഫാം, തന്തൂരി ഇതൊക്കെ ബദരീങ്ങളെ പേരാച്ചെടുക്കുക. ഇത്ര അന്തം കെട്ടൊരു കൗമ് കേരളത്തിൽ നിന്നല്ല ലോകത്ത് വേറെ ഏതൊരു പ്രസ്ഥാനത്തിനുണ്ടോ ഇത്ര അന്തം കെട്ടൊരു കൗമ്? സമസ്ത ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച കൗമിന്റെ അവസ്ഥയാണത്. ഗുജറാത്തിലുള്ള മോയ്യമാർ നോമ്പിന് ചായ കുടിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ലാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനെക്കാട്ടി അരപ്പിടിച്ച കൗമത്. എന്ത്? ഇപ്പൊ നിലമ്പൂർ ഭാഗത്തേക്ക് പ്രസംഗിക്കാൻ പോയത്രേ കുറെ കൊല്ലം മുമ്പ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഓരോ ഭക്ഷണത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ അതുള്ള കാര്യമായിട്ട് ചിന്ത അതിന് വേണ്ടിയാണ് ഈ വായിട്ട് അലക്കണത്. അപ്പോൾ ഭക്ഷണത്തിന്റെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഓരോ ഭക്ഷണങ്ങളുണ്ട്, ബ്രോസ്റ്റ്, അൽഫാം, തന്തൂരി, ഷവർമ എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ കാക്കാമാർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓര് വിചാരിച്ചത് ഇതൊക്കെ ബദരീങ്ങളെ പേരാണ്. ഇവിടെ ഒരു നൂറ്റാണ്ട് കാലം നിങ്ങൾ ഖുർആനും ഹദീസും ഒന്നല്ല ഈ കൗമിന് പഠിപ്പിച്ചു കൊടുത്തത്. ബദരീങ്ങളെ പേരൊക്കെയാണ്, അസ്മാഉൽ ബദർ. അത് കാണാതെ അറിയാത്തൊരു കൗമുകളെ കൂടുതലുണ്ടായിരുന്നോ? അതാണ് ചൊല്ലിക്കഴിഞ്ഞാല് നിങ്ങൾ എല്ലാ തട്ടുമുട്ടും കേടും ദോഷങ്ങളും ഒക്കെ ക്ലിയർ ആകും. എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും ഫലം കാണും. എല്ലാ ബലാല മുസീബത്തും നീങ്ങിപ്പോകും. ഇതൊക്കെ പറഞ്ഞ് ഒരു നൂറ്റാണ്ട് കാലങ്ങൾ ഈ കൗമിനെ പറഞ്ഞ് പഠിപ്പിച്ചെടുത്ത സാധനമാണ് അസ്മാഉൽ ബദർ. 313 ബദരീങ്ങളെ പേര്. ആ 313 ബദരീങ്ങളെ പേരിൽ അൽഫാം ഉണ്ടാ, തന്തൂരി ഉണ്ടാ, ഷവായ ഉണ്ടാ, ഷവർമ ഉണ്ടാ. ഈ പാരോടെ എന്താ ഈ മുനീർ ബാക്കവിനോടെ ചോദ്യം, എന്താണ് നിങ്ങളെ കൗമിന്റെ അവസ്ഥ? ഇതൊക്കെ പരസ്യമായി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണം. പിന്നെ പോലത്തെ ഒരു 1.5 ആന്ധ്രാപോത്തിന്റെ വലുപ്പമുള്ള ഒരു മൊല്ല. മനസ്സിലായോ? തണ്ടലുള്ള ഒരെണ്ണം ആ സംഘാടകരെ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്റ്റേജിലേക്കാണ് കയറി ചെന്നിട്ട് മൈക്ക് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് കാരണം നോക്കിയിട്ട് ടപ്പേ എന്നുള്ള കൊടുത്തിട്ട് ഇറങ്ങിപ്പോണ ഹംക സ്റ്റേജ് മുന്നെന്ന് പറയില്ലേ? അത്ര അന്തം കെട്ട കൗമായതുകൊണ്ടല്ലേ ഇതൊക്കെ കേട്ട് സഹിച്ചു നിൽക്കുന്നത്.
അൽഫാം, തന്തൂരി, ഷവായ, ഷവർമ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും KFC എന്ന് പറഞ്ഞപ്പോൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയാത്ത ഭാഗ്യം. ഇതിപ്പോ സാധാരണക്കാരുടെ അവസ്ഥയാണ്. കാരണം ഒരു നാട്ടിൽ വയലുകളിൽ ഈ നാട്ടിലുള്ള കൂതറ കമ്പനികളേക്കാരും കൊച്ചറായി ടീമുണ്ടല്ലോ, ഇങ്ങനെ തേരാപ്പാര നടക്കണ ഓൾക്ക് ദീനിനോട് വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. ഓലിങ്ങനെ ഒരു ആഘോഷ മൂഡിൽ ഇങ്ങനെ വെക്കണാണ് ഈ വയല്. ഇവനെ പോലത്തെ ആൾക്കാരൊക്കെ കൊടുക്കുന്ന വയലറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അന്തം കെട്ട ടീമായിരിക്കും ഒരു നാട്ടിൽ. അങ്ങനെ കുതിരളിച്ച് നടക്കുന്ന ടീമായിരിക്കും ഈ ചെറുപ്പക്കാർ ചെക്കന്മാരുണ്ടല്ലോ. ഓലാണ് വയലിൻ്റെ ഒക്കെ കാര്യമായ സംഘാടകർ. ഗാനമേളൊക്കെ വെക്കണ മാതിരി, ഡാൻസ് ഒക്കെ വെക്കണ മാതിരിയാണ് ഒരു വയലെക്കല്. ആ മൂഡിലാണ് വെക്കുക. അപ്പോൾ ഓല് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെക്കുകയാണെങ്കിൽ എന്നാൽ അതുപോലെ പള്ളി കമ്മിറ്റി സെക്രട്ടറിൻ്റെയും പ്രസിഡന്റിൻ്റെ അവസ്ഥ എന്താ? അത് ഇതിനെക്കാട്ടി എന്തൊക്കെയാണ് കേട്ടോളി. തറാവീഹി 1.5 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. നമ്മുടെ അലന്തര കൈഫാണ് ഓതുക. അല്ല മോനെ, അലന്തര കൈഫല്ല ഓതുക, റിട്ടേൺ അടിക്കലല്ലേ? ആ റിട്ടേൺ അടിച്ചാൽ പിന്നെ നമ്മളെ ഹാഫിലിങ്ങളെ കിട്ടും. 30 ദിവസം ആണെങ്കിൽ ഓതാ 10,000-25,000 ശമ്പളം കൊടുത്താൽ കിട്ടാൻ മൂല്യന്മാരുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ എല്ലാം കൂടി ഓതികളോ വെക്കുമ്പോൾ പള്ള ഫുള്ളാക്കിയിട്ട് ആംപ്ലേറ്റും ഹോർലിക്സും ബൂസ്റ്റും മത്തക്കും പൈനാപ്പിളൊക്കെ തിന്നിട്ട് പള്ള അജ്മീർ ചമ്പിൻ്റെ മാതിരി ആദ്യം ലോറി സ്കെച്ചപ്പോൾ പള്ളം അങ്ങനെ കയ്യട്ടിണ്ട്. നൂൽപ്പറന്ന് വന്നപ്പോൾ കയ്യട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ പള്ള ഇവിടെ എത്തിക്കണം. അപ്പോൾ അദ്ദേഹം ഇവിടെ കെട്ടി കൈ അങ്ങനെ ഇങ്ങോട്ടെത്തി. ആ യാതി പള്ളർച്ച് വന്നേക്കാണ്ട് ഇപ്പം ഇങ്ങനെ വാക്കാനിട്ട് കണ്ട് ഇമാം ഇങ്ങനെ അലിഫ്ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അതിങ്ങനെ ഓതി ഒരു പേജാകുമ്പോൾ അല്ലാഹു അക്ബർ 20 റക്അത്തായപ്പോൾ 1.25 മണിക്കൂറായി. ഇപ്പം ചോദിച്ചു, ഒന്ന് ഏത് സൂറത്താണ് ഇയാൾ ഓതിയത് ചോദിച്ചു. അൽബഖറ. പശു അധ്യായം. ബദരീങ്ങളെ പശു പറഞ്ഞ സാധനത്തിന് ഒരു 1.5 കിൻറ്റലൊക്കെ വലിപ്പുണ്ടാവുള്ളൂ. എന്നാൽ ഇനി നാളെ മുതൽ ഇയാളൊക്കെ ഇമാം നിർത്തണ്ട, ഇയാൾക്ക് ഞാൻ ചോറും കൊടുക്കൂലാണ്. അപ്പോൾ ആചാര്യോട് പറയുന്നതായിക്കോട്ടെ, നമ്മൾ നാളെ മുതൽ മുതലോട് ചുരുക്കാൻ പറയാം എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ വന്നു വലിപ്പ ഒന്നേക്കാണ്ട് ചായയൊക്കെ കുടിച്ചിക്കാണ്ട് പിന്നെ മുമ്പിലോട് പറഞ്ഞു, നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് അൽബഖറ പശു അധ്യായം വേണ്ട, നാളെ നമുക്ക് സൂറത്തുൽ ഫീൽ ആന അധ്യായം. അത് ശരി, നാളെ ആന എന്നാൽ ഞാൻ പള്ളിക്കൊക്കെ എന്നല്ല, ഇന്നലെ പശു ആയിട്ട് നെപ്പൽപ്പുണ്ട്. ഇനിയിപ്പോൾ ആനെ പറ്റി പറയാണ്ടോ? അപ്പോൾ മനസ്സിലാക്കി ഫീൽ പറഞ്ഞാൽ അലന്തര കൈഫ അസാബിൽ ഫീൽ ആ സൂറത്താണ് ഇമാമ് പറഞ്ഞത്. വല്ലിപ്പ വിചാരിച്ച് ബക്കറ പശു പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ആന പറഞ്ഞാൽ വലിയ സാധനമല്ലേ, ഞാൻ പള്ളിൻ്റെ മിഹ്റാബിനെ കാണാൻ പറ്റില്ല. ഇതുപോലെ പള്ളിക്കലെ ഉസ്താദുമാരെ തീറ്റി പോറ്റി കൊണ്ടുനടക്കണ പള്ളി കമ്മിറ്റി പോയിട്ട് ഒരു ആചാര്യമായിരിക്കുമല്ലോ. കാരണം മൂപ്പരാണ് ചെലവിനൊക്കെ കൊടുക്കലെന്ന് പറഞ്ഞത്. അപ്പൊ റമളാൻക്ക് തറാവിയിൽ അൽബക്കർ ഓതിയപ്പോൾ മുമ്പിൽ നിന്ന് ചടച്ച്. അപ്പൊ ആ പരാതി പറഞ്ഞു, കുറെ നേരമായിട്ട് തറാവിയിൽ നിൽക്കണം, 1.5 മണിക്കൂർ നിൽക്കാൻ കഴിയില്ല പറഞ്ഞപ്പോൾ ഏത് സൂറത്തെ നിങ്ങൾ ഓതിയത്? ഇന്ന് അൽബക്കറയാണ് പറഞ്ഞു. അതൊന്ന് ചുരുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് എന്താണ് ഫീല്. അപ്പൊ മൂപ്പരിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ ഫീല് പറഞ്ഞ ആന, ബക്കറ പറഞ്ഞ പശു, പശുവിനെക്കാട്ടിയും വലിപ്പമുണ്ടല്ലോ ഫീല്. അപ്പൊ ഇത് ഇന്നലത്തിനെക്കാട്ടിയും പൊരുത്തപ്പെടുന്നു, 4 മണിക്കൂർ നിൽക്കേണ്ടിയിരിക്കും വിചാരിച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. ഇതിപ്പോ ഒരു ആചാര്യ പല കാര്യപ്പെട്ട ആചാര്യായിരിക്കുമല്ലോ, പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള ആചാര്യായിരിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു കൗമിനെയാണ് 100 നൂറ്റാണ്ട് കാലം കൊണ്ട് പോലും വളർത്തിയെടുത്തത്. ഇനി നിങ്ങൾ മാറ്റി പറയത്തൊക്കെ നിങ്ങൾ തമാശക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നുണ പറഞ്ഞാണെന്ന് പറയുന്നാല് ഇങ്ങനൊന്നുമില്ല, ഞങ്ങളെ കൗമൊക്കെ വളരെ ഉഷാറാണ്, ഇങ്ങനൊന്നുമില്ല എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ മഹല്ലത്തെ അവസ്ഥയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, അൽഫാം, തന്തൂരി, ഷവായ, ഷവർമ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. അൽബക്കറിനെ കാട്ടും വലിയ സാധനമാണ് ഫീല്, അതുകൊണ്ട് ഫീല് ഓതണ്ടെന്ന് പറഞ്ഞ ആചാര്യ. ഇതൊക്കെ അല്ലടോ 100 നൂറ്റാണ്ട് കാലം കൊണ്ട് നിങ്ങൾ സമസ്തയുടെ കേരളത്തിൽ ബാക്കിയാക്കിയ അവശിഷ്ടങ്ങളാണിത്. ഇത് ഞങ്ങളല്ലല്ലോ പറയണത്, നിങ്ങളല്ല പറയണത്. സമസ്ത ഇല്ലാത്ത മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാകുന്നു. വലിയ ബേജാറിൽ പറയാണ്. സമസ്ത ഉള്ള കേരളത്തിലെ അവസ്ഥയാണ് ഇപ്പത്. എങ്ങനെയാണോ നിങ്ങളെ കൗമ് നന്നാവുക? നിങ്ങൾക്ക് വയല് പറഞ്ഞ് തരുന്ന ഈ വക മൊല്ലന്മാരുണ്ടല്ലോ, ഓല അവസ്ഥ എന്താ? ഇവരൊക്കെ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? ഇവരൊക്കെ വയലിന് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ, ഇതൊക്കെ എന്താ സാധനം? ഒരു തലയെക്കെട്ടും കെട്ടി തോളൊരു പച്ചഷാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തേഞ്ഞെന്നാണ് ഈ കൗമിന്റെ ധാരണ. സ്റ്റേജും വന്നിട്ട് എന്ത് തോന്നിയാസം വിളിച്ചറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ കൗമിന്റെ ധാരണ. കേട്ടോളൂ, ഇവൻ തന്നെ പറഞ്ഞ വേറൊരു വർഷത്തരം കേട്ടോക്കി. നമ്മളെ സെക്രട്ടറി മാസ്റ്റർ സാറല്ലേ, അൽഹംദുലില്ലാ, ഞാൻ വന്ന് കണ്ടപ്പോഴേ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളല്ലേ സെക്രട്ടറി എന്ന് ചോദിച്ചു. അവനോട് ആജീവാനന്ദൻ ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല 99 വയസ്സ് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്ത 100 ആക്കാത്തതെന്ന്, അത് പിന്നെ റീചാർജ് ചെയ്യാം. ഇപ്പം അല്ലാഹു തആല അങ്ങനെ ബർക്കത്ത് കയറ്റി കൊടുക്കട്ടെ. നമ്മളെ മാസ്റ്റർ, നമ്മളെ സെക്രട്ടറി, മൂപ്പർക്ക് 99 വയസ്സ് വരെ അള്ളാഹ് ആയുസ് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ലോ, 100 ആക്കിക്കൂടെ, റൗണ്ട് ആക്കിക്കൂടെ? അത് നമുക്ക് 99 കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യാൻ. എന്തിയാതി പൊട്ടത്തര, എന്ത് അന്തക്കടായി ചങ്ങായി പറഞ്ഞത്? റീചാർജ് ചെയ്യേ, ഇതെന്താ മൊബൈലോ? ഈ സെക്രട്ടറിക്ക് 99 വയസ്സാണ്ടായപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കുടുംബക്കാരും കൂട്ടക്കാരും കൂടി നിൽക്കുന്ന ഇടയിൽ കൂടി മലക്കൽ പോത്ത് വന്നിട്ട് ഇയാളെ റൂഹാണ്ട് പിടിച്ചു കൊണ്ടുപോയി. അതിലിങ്ങനെ പെരക്കാരിങ്ങനെ കുഴപ്പമൊന്നുമില്ല, മുനീർ വാക്കവിൻ്റെ അവിടെ, അങ്ങനെ മുനീർ വാക്കവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. ഇന്നോവൊക്കെ വിട്ട് മുപ്പരിങ്ങനെ ആ കുടവേറും താങ്ങിക്കാണ്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് ആചാര്യ മൂട്ട് കൂടി ഒരു പയറാണ് തിരികെക്കാണ്ട് റീചാർജ് ചെയ്യല ആയുസ് തന്നെ. എന്താണ് ഈ ഹംകി പറയണത്? വഷളത്തരം പറയണീനൊരു അതിരില്ലടോ.
എന്ത് തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുക. 99 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം ആയുസ്. എന്താ പോത്തോണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതൊക്കെ കേൾക്കണ ഒരു കൗമല്ലേ ഇവരെ കൗമ്. എങ്ങനെ നന്നാവാനാണോ നിങ്ങളെ കൗമ്? എങ്ങനെ നന്നാവാനാ? വിത്തിന് കുത്തുണ്ടെങ്കിൽ ഇലക്ക് വാട്ടുണ്ടാവുന്ന ഒരു ചൊല്ലുണ്ട്. അതല്ല നിങ്ങളെ അവസ്ഥ. അപ്പൊ എന്താന്നറിയാ, കൗമിന് ദീൻ പഠിപ്പിക്കാനെന്നല്ല ഇവല് വന്നുകാണ്ട് ഈ വയല് പരമ്പര എന്നുള്ള ഈ വഷള് പരമ്പര ഉണ്ടല്ലോ, ഈ വഷള് പരമ്പരക്ക് ഇങ്ങനെ വരുന്നത് കൗമിന് ദീൻ പഠിപ്പിക്കാനൊന്നല്ല. ഇവരെ ജോലി ഇതാണ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ, ജനങ്ങളെ പോക്കറ്റിലുള്ള പൈസ പിടുങ്ങണം എന്നല്ലാതെ വേറൊരു ചിന്ത ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കണം, പരലോകരക്ഷ ഉണ്ടാക്കണം, ആ ചിന്ത ഒന്നല്ല. ഇവരെ ജോലി ഇതാണ്. ഇവൻ തന്നെ പറയട്ടെ, പകൽ സമയം നിങ്ങൾ വേലക്ക് പോകണം. അപ്പൊ നിങ്ങൾ എന്താ വേലക്ക് പോകാത്ത? ചെങ്ങന്മാർ എന്റെ വേല വേലറല്ല. ഞാൻ പോകുമ്പോ എനിക്ക് 10,000 റുപ്യ വണ്ടി വാടക 10,000 കിട്ടും. അതന്നെ വേല. നേരെ മറിച്ച് നിങ്ങൾ വേല കേൾക്കാൻ വന്നതാ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട വാടക കിട്ടുക. നിങ്ങൾക്ക് ഇൻഷാല്ലാ ഞാൻ ഇവിടെ ദ്വാരം തരും. പഠിച്ചോനെ ഇന്ന് പണി മുടക്കി ഇരുന്നതിന്റെ വർക്കത്ത് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പണിയെടുത്ത 500 റുപ്യ കൊണ്ട് 3 മാസം റവലായി പോട്ടെ. അപ്പൊ ഈ വേല കേട്ട് ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടം വരൂല. ഖുർആനിൽ ആയത്ത് ഓതിയിട്ടാ പറയണത്, നിങ്ങൾ പണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ പണി? എന്റെ പണി തന്നെ, നിങ്ങൾക്ക് വയറിറങ്ങി നന്നാക്കല്. ഈ വക വഷളത്തിന്റെ സ്റ്റേജ് വന്ന് ഇങ്ങനെ വിളമ്പല്, അതാണ് എന്റെ പണി. അങ്ങനെ വിളമ്പി കഴിഞ്ഞാലോ നിങ്ങൾ 10,000 റുപ്യം തരും, പിന്നെ വണ്ടിക്കൂലിക്ക് വേറെ 10,000, വണ്ടിക്ക് എണ്ണടിക്കാൻ. ഇന്നെങ്ങനെ തീറ്റിപ്പോറ്റാണ് നിങ്ങളെ പണി. മനസ്സിലായോ? നിങ്ങൾക്ക് ഇനി പോലീസും പണിക്കോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളാണ് പട്ടിണിയായാലും മോലിയാര ഗുദ്ദാമാണ് നരട്ടെ, മോലിയാര പള്ളാണ് നരട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചോളിയും. നിങ്ങൾക്ക് നമ്മൾ ദോരം തരാം, മതിയല്ലോ. നല്ല ദോയായിരിക്കും ഇവന്റെ ദോയൊക്കെ. അപ്പൊ ഇതാണ് ഇവർക്ക് പണിയാണത്, ഇവർക്ക് ജോലിയാണത്. അല്ലാതെ ദീനീ സേവനം നല്ലത്, ജനങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, നരകത്തിൽ നിന്ന് അകറ്റണം, ഇതൊന്നല്ല പോലെ ലക്ഷ്യം. ഇവർക്ക് ബയലറിഞ്ഞ് ഇങ്ങനെ പൈസ ഉണ്ടാക്കണം. അതല്ല തെക്കൻ ജില്ലയിലുള്ള മൂല്യന്മാരെ, ചില മൂല്യന്മാർ ഇതിന്റെ അടി ഇറങ്ങിയിരുന്നില്ല ഒരു 3-4 കൊല്ലം മുമ്പ്. ഓല വയലിന്റെ പൈസ എത്രയായിരുന്നു? ചുരുങ്ങിയത് 50,000. മനസ്സിലായോ? ചുരുങ്ങിയത് 50,000. അതിന്റെ പുറമെ പിരിച്ചിടിന്റെ കമ്മീഷൻ വേറെയും. അന്ന് എല്ലാവരും ചിരിപ്പിച്ച സംഘത്തിന്റെ ഒരുത്തം വിളിച്ചിട്ട്, ഇതിൽ പെട്ടൊരു മൂല്യരെ വിളിച്ചിട്ട്, ഉസ്താദെ നമ്മളെ നാട്ടിലൊന്ന് വയലറണം, എത്ര ഞങ്ങളെ ഫീസ്? അപ്പൊ എന്താ വിഷയം? ഇബ്ലീസിനെ പിടിച്ചു കിട്ടുക എന്നതാണ് വിഷയം. അപ്പൊ 50,000 റുപ്യാണ് എന്റെ ചാർജ് ഒരു ദിവസം ഒന്ന് വയലറാനേ. കണക്കാണ് പറയാണ്. അപ്പൊ വിളിച്ച സാധു എന്ത് പറഞ്ഞു? 50,000 തരാൻ പള്ളി കമ്മിറ്റിന്റെ കയ്യിലുണ്ടാവില്ല, നിങ്ങൾ ഇബ്ലീസിനെ പിടിച്ചു കെട്ടണ്ട, തൽക്കാലം ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, പൈസ ഒന്ന് കുറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഫോൺ ക്ലിപ്പ് കുറെ കാലം ഓടിയിരുന്നു. അപ്പൊ ഇവരൊക്കെ അവസ്ഥ ഇതാണ്, ഇവരെ ജോലിയാണിത്. അതിൽ 50,000, 1,00,000 വണ്ടി കണ്ണടിക്കാൻ, പിന്നെ 50,000 ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റലാണ് സമുദായത്തിന്റെ പണി. ഇവരെ ജോലിയോ? ഇവരെ ജോലിയൊക്കെ വഷളത്തരം പറയല്. ഇത് സ്റ്റേജുമ്പോൾ വഷളത്തരം പറയ മാത്രമല്ല, വഷളത്തരം കാണിക്കും ചെയ്യും. കണ്ടോളി. അതിനൊരു നഷ്ടം വരും, ഒരു പരാജയം വരില്ല. ആ 313 പകരം അള്ളാഹു നിങ്ങൾക്ക് 30,000 തെറ്റെ ശ്വാസമുട്ടുള്ളവർക്കും പനിയുള്ളവർക്കും ചീരാപ്പുള്ളവർക്കും പഠിപ്പില്ലാത്തവർക്കും ഒക്കെ കൊടുക്കി. ചില കുട്ടികൾക്ക് എത്ര പഠിച്ചാലും വണ്ടി കയറൂല. എല്ലാവർക്കും കൊടുക്കി. വെള്ളം ഉണ്ടോ മോനെ സെക്രട്ടറി? കണ്ടില്ലേ? ഇത് ഇവന്റെ വയലിന്റെ ഇടയിൽ സ്റ്റേജ് കൊണ്ടാണ് സ്ഥിരം കലാപരിപാടി കേട്ടോ. 2 മണിക്കൂർ വയലറിഞ്ഞാൽ അതിന്റെ ഇടയിൽ 20 പ്രാവശ്യം മൂക്കുപൊടി വലിച്ചു കയറ്റും. മൂക്കുപൊടിയെ കൈക്കങ്ങനെ എടുത്തിട്ട് ഒറ്റ വലിയ ആഞ്ഞു വലിയ. മുന്നിലിരിക്കണ കൗമ ചെറുപ്പക്കാരും കുട്ടികളും. എന്തൊരു മെസ്സേജാ പോയി കൊടുക്കണത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹാറങ്ങോട്ട് ഒറ്റ തുപ്പല് പുറത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ആ ടർക്കിക്ക് മൂക്ക് വലിച്ചിട്ട് ഹാറങ്ങോട്ട് ഒറ്റ ചീറ്റല്. എന്നിട്ടോ ആ മൂന്തോണ്ടും ആ മൂക്കോണ്ടും ഉള്ള ആ തേനും കുപ്പിക്കും വെള്ളത്തിൽ ഊതും ചെയ്യും. എന്നിട്ട് അത് കൗമനെ കൊണ്ട് കൊടുപ്പിക്കും ചെയ്യും. ഇത് ഇയാളെ വയലിൽ സ്ഥിരം കാണുന്ന പരിപാടിയാണ്. ഈ തുപ്പലും മൂക്കീന്തലും ഈ മൂക്കുപൊടി വലിച്ച് കയറ്റലും വയലിന്റെ മൂല്യരാണ്. ഓൻ ഈ സ്റ്റേജും വന്നിട്ട് തൂറാനും പാത്താനും മാത്രമേ ബാക്കിയുള്ളൂ. അത് ചെയ്താലും കൗമിന് കുഴപ്പമുണ്ടാവില്ല. കാരണം തന്തൂരി, ഷവർമ, അൽഫാം റളിയല്ലാഹു അൻഹു പറഞ്ഞ കൗമല്ലേ മുമ്പിലിരിക്കണേ. ഓ അങ്ങനെ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല കൗമിന്. സുഹൃത്തുക്കളെ, ഈ വഷളത്തരം എന്ന് പറഞ്ഞ സാധനം പോലെ ആദർശത്തിൽ മാത്രമല്ല, പോലെ നിലപാടിലും പ്രവർത്തനത്തിലും ഒക്കെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണോ കൗമ് നന്നാവുക? കൗമ് ഇത്ര നന്നാവുള്ളൂ. കൗമിന് എന്താ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ കൊല്ലത്തിൽ നബിദിനും നേർച്ചയും മൗലൂദും കുത്തറാത്തീബും വരുമ്പോ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ചാടിക്കളിച്ച് നടന്നാൽ മതി, വേറെ ഇബാദത്തൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പരോക്ഷമായിട്ട് ഇവര് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. അതിന് തെളിവെന്താണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്ത് പോയത് നിസ്കരിച്ചിട്ടാണോ വഹാബി എന്ന് നീട്ടിക്കുറിക്ക് വയലറിഞ്ഞ എത്ര മൂല്യന്മാരുണ്ട് ഇവിടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാ നരകത്തിലാ ആർക്കറിയാ? അത് നോക്കേണ്ട വല്ല ബാധ്യതയും ഞമ്മക്കുണ്ടോ? പക്ഷെ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാന്ന പല വാദം. കേട്ടോളി.
7 ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് ഒരു നായ നാളെ സ്വർഗത്ത് പോയാൽ ഔലിയാക്കളായ മനുഷ്യന്മാരെ സ്നേഹിച്ച മനുഷ്യന് ഉമ്മത്ത് മുഹമ്മദ് പെട്ടവര് അതൊരു നായ മാത്രമാണെങ്കിൽ തരക്കടില്ല. ഹുദ്ഹുദ് എന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും. ഒരു മരക്കൊത്തി നാളെ സ്വർഗത്ത് പോയാൽ കണ്ണിയത്ത് ഉസ്താദിനും ശംസലമയ്ക്ക് വേണ്ടി കാർ എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ചെറുപ്പക്കാരെ എവിടെയാണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തില്. ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ നായനെ പിൻപറ്റാൻ ആ സമുദായത്തിനോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാര്യമായിട്ട് തെളിവ് പറഞ്ഞ സംഗതിയാ കൗമിനോട്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലല്ലേ, അത് ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ടല്ലേ, അപ്പൊ നിങ്ങളിങ്ങനെ സ്നേഹിച്ച് നടന്നാ മതി. മനസ്സിലായോ? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ മാത്രമല്ല, സുലൈമാൻ നബിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഹുദ്ഹുദ് എന്നുള്ള പക്ഷി സ്വർഗത്തിലാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിനും വേണ്ടിയിട്ടും ഈക്കും വേണ്ടിയിട്ടും കാന്തപുരത്തിനും വേണ്ടിയിട്ടും കാർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയണ നമ്മളും എന്തായാലും സ്വർഗത്ത് കിടക്കും. ഇതാണ് അവർ കൗമിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളെങ്ങനെ ഔലിയാക്കളെ സ്നേഹിച്ചൊക്കെ നടന്നാൽ മതി, എന്നാ ഓല കോന്തലും പിടിച്ചിട്ട് സ്വർഗത്ത് കണ്ട് കയറാനാണ് ഇവർ 1 നൂറ്റാണ്ട് കാലം ഈ സമുദായത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ ആരാ? ആ നായനെ കൊടുത്ത് മാത്രമല്ല വേറെയും ഗുണമുണ്ട്. ഇപ്പൊ മറ്റേ മുല്ലണ്ടല്ല, മൂത്തയടത്തുകാരൻ കാസിമി, ഓനതാ നായന്റെ പേരും വിലാസമൊക്കെ പുറത്തു വിട്ടേക്കണ്. ഇത്രയും കാലം ആ നായന്റെ പേര് ആർക്കും അറിയില്ലായിരുന്നു. ആ നായന്റെ പേര് ഓൻ പുറത്തിട്ടിട്ടുണ്ട്. ആ പേര് കൊണ്ടുള്ള ഉപയോഗം ഓൻ പറഞ്ഞു നോക്കി. വീട്ടിൽ രാത്രി വാതിലടക്കുന്ന നേരത്ത് പുറം വാതിലിൻ്റെയും അകം വാതിലും അടക്കുന്ന നേരത്ത് വാതിലിൻ്റെ മുകളിൽ മർനോഷ് എന്നെഴുതുന്നത് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനോഷ് എന്നെഴുതിയാൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ പ്രവേശിക്കൂല. മർനോഷ് എന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിലെ കാവൽക്കാരനാണ്. അവരുടെ പേരാണ്, മറക്കരുത്. മർനോഷ്. ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഷെയ്ഖ് സമ്മതം തന്ന പ്രകാരം നിങ്ങൾക്കു ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ജിന്നുകളിൽപ്പെട്ട ഒരു മഹാനായ നേതാവാണ് ഈ വിഷയത്തിൽ എൻ്റെ ഷെയ്ഖ്. അവരിൽ നിന്ന് കിട്ടിയ ഇൽമാണത്. ഒരു ഉപദ്രവത്തിനും ആ വീട്ടിൽ ആ രാത്രി കഴിയൂല. വാതിലടക്കുന്ന നേരത്ത് മർനോഷ് മർനോഷ് മീം റാ വിരൽ കൊണ്ട് എഴുതുക, വേറൊന്നുകൊണ്ട് എഴുതരുത്. വലത്ത് കൈയിൻ്റെ ചൂണ്ട് വിരൽ കൊണ്ട് കൂട്ടി എഴുതുക. മീം റാ മർ, നൂന് വാവ്, മർ നൂഷ്. ഷ് സീനല്ല, 3 പുള്ളിയുള്ള ഷീന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനൂഷ്. ഗൾഫിലൊക്കെ പോകുന്നവർ പെണ്ണുങ്ങളോട് അങ്ങനെ കൽപ്പിക്കുക എല്ലാ രാത്രിയിലും. ആ വീട്ടിൽ സന്തോഷത്തിൽ ഉറങ്ങാൻ ഒന്നും സംഭവിക്കില്ല, പേടിക്കില്ല. മുജറബാണ് മർനൂഷ്. പരീക്ഷിച്ച് അനവധി ആളുകൾക്ക് ഫലം കിട്ടിയതാണ്. ആ പ്രദേശത്ത് പലയിടത്തും കള്ളം കയറിയില്ല, അവിടെ കയറില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ കാവൽക്കാരൻ അതാ നായായിരിക്കുമല്ലോ. വേറെ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ വേറെ ആളായിട്ട് നമ്മൾ അറിയില്ല. അപ്പൊ ചുരുക്കി പറയാം, അതിന്റെ കാവൽക്കാരൻ മർനൂഷ്. ഇനി എല്ലാവരും വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ മർനോഷിന് എഴുതിക്കൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ മർനോഷിന് എഴുതുക. എങ്ങനെ ഉണ്ടാവും? ഇത് എവിടുന്ന് കിട്ടിയാലുമാണ്? ജിന്നുകളിൽപ്പെട്ടവന്റെ ഷെയ്ഖ് പറഞ്ഞോടത്താണ്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചങ്ങായിക്ക് ഷെയ്ത്താനായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. ജിന്നുകളിൽപ്പെട്ട ഷെയ്ഖ്. അപ്പൊ ആ ഷെയ്ഖ് ഇവന്റെ അടുത്ത് ഇങ്ങനെ കുറു പറഞ്ഞ കാതിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതിനനുസരിച്ചാണ് ഈ ചങ്ങായി ഭക്ഷണത്തരങ്ങൾ കേരളത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇക്കണ്ട കാലം അത്രയും മുസ്ലിം ഉമ്മത്തിന് കേട്ടുപരിചയമില്ലാത്ത പുതിയ പുതിയ ഗവേഷണങ്ങള് കണ്ടെത്തലുകള് അതൊക്കെ പുറത്തു വിടുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ വക ജിന്നിൽപ്പെട്ട ഈ ശൈത്താന്മാര് ഇവന്റെ ചൂട്ടിൽ ഇങ്ങനെ കുറു കാശ്മീർ പറഞ്ഞൂടെ, കാശ്മീർ ഇത് പറഞ്ഞൂടെ, ഈ പൊട്ടത്തരം പറഞ്ഞൂടെ, ആ പൊട്ടത്തരം പറഞ്ഞൂടെ, പൊട്ടന്മാരായ കൊമ്പ് മുമ്പിലുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ജിന്നിൽപ്പെട്ട ഇവന്റെ ഷെയ്ഖ് ഏതെങ്കിലും ശൈത്താന്മാര്. അതിന്റെ അടിസ്ഥാനത്തിൽ മർനോഷ്. കേരളത്തിലെ സമസ്തക്കാർ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഈ മർനോഷ് എന്നുള്ള സാധനം? ഇവന് എവിടുന്ന് കിട്ടിയത്? അത് ഇവന് ശൈത്താൻ ഇൽഹാം കൊടുത്തത്. അപ്പൊ ഇതൊക്കെയാണ് കൗമിനെ പോലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഇത്രയും കാലം ഒരു കൗമിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്തായിരുന്നു? വീട്ടിൽ കള്ളം കയറാതിരിക്കാന് അസ്മാഉൽ ബദർ, ബദരീങ്ങളെ പേര് എഴുതിച്ചാൽ മതി. അങ്ങനെ ബദർമാലിയിലും ബദർമൗലിലും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് എഴുതിച്ചപ്പോ കള്ളന്മാര് പേടിച്ചു ഓടിയതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മൗലിദ് കിതാബിലുണ്ട്. അപ്പോ അസ്മാഉൽ ബദർ എക്സ്പയർ ആയിപ്പോ അതിന്റെ കാലാവധി കഴിഞ്ഞോ? ആ കറാമത്തിന്റെ കാലാവധി കഴിഞ്ഞോ? ഇപ്പൊ പുതിയത് വന്നാണ് മർനോഷ്. എന്ത് ജാതി ഹമാക്കത്തുകളാണ് ഈ ചങ്ങായിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയോടും നിങ്ങളെ കൗമ് നന്നാകുക? നിങ്ങളെ സമസ്ത ഉണ്ടാക്കിയെടുത്ത ഒരു കൗമാണ് ഇത്. ഈ വക വഷളത്തരങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്ത് കൗമ അങ്ങനെ തെറ്റിത്തെറിച്ച് അങ്ങനെ പോയി പല വിഭാഗങ്ങളായിട്ടും പല അവാന്തര വിഭാഗങ്ങളായിട്ടും കൗമിനെ പിടിച്ചാൽ കിട്ടണില്ല. അപ്പോ കൗമിങ്ങനെ അവർക്കിങ്ങനെ ഇതുപോലെ വഷളത്തരങ്ങൾ ഓരോരുത്തർ പറയും. ആ പറയുമ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ആൾക്കാരുണ്ടാവും. ഇങ്ങക്കൊരു സ്വന്തം പെങ്ങളെ, സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ച സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഷെയ്ഖ് ഈ കേരളത്തിലുണ്ട്. ഈ സമസ്തന്റെ ആദർശം വെച്ചു കൊടുക്കുന്ന ആൾക്കാരടിയുണ്ട്. ആ ഷെയ്ഖിന്റെ പിന്നാലിന്റെ ആൾക്കാർ. മനസ്സിലായോ?
ഏത് വഷളനും ഏത് തമ്മാടി വന്നു കഴിഞ്ഞാലും അവന്റെ പിന്നാലെ ആളുണ്ടാവും. കാരണം ഇവര് ഈ സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് ഈ വക വഷളത്തരങ്ങളാണ്. എല്ലാ വഷളത്തരങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് അതൊക്കെ ദീനാന്ന് പറഞ്ഞെടുത്തു. അങ്ങനെ കൗമെന്ത് ചെയ്തു? ഏത് തമ്മാടി വന്നാലും ത്വരീഖത്തിന്റെ പേരില്, ദീനിന്റെ പേരില് വേഷവിധാനം കെട്ടിയിട്ട് ഏത് തമ്മാടി വന്നാലും അതിന്റെ പിന്നാലെ കൂടാൻ തുടങ്ങി. ഇപ്പോ ആ കൗമിനെ നന്നാക്കണ പണി ഇവൽക്കുള്ളത്. ഇവല് ഉന്തിത്തള്ളി വിട്ട കൗമാണിത്. ത്വരീഖത്ത് മഹാന്മാരായ ഷെയ്ഖന്മാരും മശായിഖന്മാരുണ്ടാക്കിയതാണ് ത്വരീഖത്ത്. ഏതെങ്കിലും ത്വരീഖത്തിൽ ചേർന്നില്ലെങ്കിൽ ഓന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പല ത്വരീഖത്തുകളും ഇവിടെ ഈ സമസ്തയുടെ പ്രവർത്തനം മൂലം 1 നൂറ്റാണ്ട് കാലം കേരളത്തിൽ മൂടിട്ട് നിരങ്ങിയിട്ട് ഈ സമസ്ത ഉണ്ടാക്കിയ ത്വരീഖത്തുകള്, പല പല ത്വരീഖത്തുകള്. അത്തരത്തിലുള്ള ത്വരീഖത്തോട് കുടുങ്ങിക്കണം വലിപ്പോ. ആ ത്വരീഖത്തിന്റെ അവസ്ഥ എന്താ ഇവരെന്നെ പറയട്ടെ. എന്നോട് ഇവിടെ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സ്ഥിരമായി അവനത് എന്നോട് പറയുന്നുണ്ട്, ഉസ്താദെ അളിയന്റെ കാര്യത്തിൽ ദുആ ചെയ്യണം, അളിയൻ നിസ്കാരം നിർത്തി. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? നല്ല പോലെ നിസ്കരിക്കുന്ന ഒരു മുത്തഖയായ മനുഷ്യൻ നമസ്കാരം നിർത്തി. കാരണം അയാളുടെ ഷെയ്ഖ് പറഞ്ഞത്രേ ഇനി നമസ്കരിക്കണ്ട. ഞാൻ തമാശ പറയല്ല, ഈ പകലിനെ പടച്ച റബ്ബ് സാക്ഷിയാണ്. റഹ്മത്തുള്ള ഇത് തമാശ പറയല്ല, വേദന തോന്നാണ് ഇതൊക്കെ പറയുന്നു. നല്ല പോലെ നിസ്കരിച്ചിരുന്ന മനുഷ്യൻ നിസ്കാരം നിർത്തി. കാരണം അയാളുടെ ഷെയ്ഖ് പറഞ്ഞത്രേ ഇനി നിസ്കരിക്കണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ നിസ്കരിക്കണ്ട എന്ന് പറയണമെങ്കിൽ കാരണം വേണ്ടേ? എന്താ നിസ്കരിക്കണ്ട എന്ന് പറയാൻ കാരണം? അപ്പൊ കാരണം പറഞ്ഞു. കാരണം എന്താ അത്ര? ഷെയ്ഖ് പറഞ്ഞു ഇയാളോട് നിസ്കരിക്കണ്ട, നിസ്കരിക്കണമെങ്കിൽ വുളൂ ചെയ്യണ്ടേ, വുളൂ ചെയ്യണമെങ്കിൽ തൊഹൂറായ വെള്ളം വേണ്ടേ? ഇപ്പോൾ ഭൂമിയിൽ തൊഹൂറായ വെള്ളം ഇല്ല. എന്താ ചെയ്യാ? ഇവിടെ ഉണ്ട്, മലപ്പുറം ജില്ലയിൽ ഇവിടെ ഉണ്ട്. ഷെയ്ഖ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നീ കാസിമി ചൂണ്ടിക്കാട്ടിയിട്ട് പോയി റെയ്ഡ് ചെയ്തൊന്നും വേണ്ട. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഷെയ്ഖ്, ഇവിടെ ഉണ്ട് ഷെയ്ഖ്. ആഴ്ചയിൽ ഒരുമിച്ച് കൂടെ എത്തിക്കിച്ചില്ല. കള്ളൻ, ഹമുക്ക് പിടിച്ച കള്ളൻ. മുറബ്ബിയ ഷെയ്ഖാത്ര ഹമുക്ക്. എന്ത് മുറബ്ബിയ ഷെയ്ഖാണ്? ശരിയാക്കില്ല എന്ത് മുറബ്ബിയ ഷെയ്ഖ? ഈ ജാതി ഹമുക്കുകളെ നമ്മൾ പേടിക്കണ്ട. അവരൊക്കെ കുരുത്തക്കേട് പറഞ്ഞാൽ കുരുത്തക്കേട് പറ്റുമോ എന്ന് വെള്ളക്കുപ്പായക്കാരെ നിങ്ങൾ പേടിക്കണ്ട. തുറന്ന് പറയും, ഈ ജാതി ഹമുക്കുകളെ കൈകാര്യം ചെയ്യാനാണ് അല്ലാഹു തആല ഈ കുപ്പായ നമുക്ക് തന്നിട്ടുള്ളത്. ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യണം. എന്താണോ ഈ പറയണത്? നിങ്ങൾ 1 നൂറ്റാണ്ട് കാലം ഇവിടെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വക ത്വരീഖത്തിന്റെ ഷെയ്ഖന്മാരാ. തെളിവ് ഞങ്ങൾ തരാ. അപ്പൊ ഏതോ ഷെയ്ഖ്, ആ ഷെയ്ഖ് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര എന്താ കാര്യം? നിസ്കരിക്കണമെങ്കിൽ ഒതു വേണ്ടേ? അതിന് തൊഹൂറായ വെള്ളം ഭൂമിയിൽ ഇപ്പൊ എവിടെ? അതുകൊണ്ട് നിസ്കരിക്കണ്ട. ഈ ജാതി ഹംകള് ഇത് മുറബിയായ ഷെയ്ഖന്മാരാണ്. ഇവരൊക്കെ ആര് വളർത്തിയെടുത്തോളൂ? നിങ്ങൾ വളർത്തിയെടുത്തു. ഇത്തരം ഷെയ്ഖന്മാര് നിസ്കരിക്കാതിരിക്കുന്നത് കണ്ടാൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓൽക്കതിന് ഉതിറുണ്ടാകും. നിങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്? ഈ കാസിം ഇബ്ബന്റെ തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ലേ? കേട്ടു നോക്കി. ഒരു മഹാനൊരു അവസ്ഥയിലെത്താം. അവർ ജുമാക്ക് പോയില്ല. അകട്ട് അതിൻ്റെ ഒപ്പം മുത്തിരിക്കണവരെങ്ങനെ ജുമാക്ക് പോകാതിരിക്കണം? അവർക്ക് എൻ്റെ മാനദണ്ഡങ്ങൾ പോകാതിരിക്കാൻ ഈ വ്യക്തിക്ക് മാനദണ്ഡം ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു വ്യക്തിക്ക് ജുമാക്ക് പോകാതിരിക്കാനുള്ള ഉതിരുണ്ടാവും. ഉതിർ നമുക്കറിയില്ല, അത് ശരിയായിരിക്കും. അവർ വലിയ ആളുമായിരിക്കും. അവർക്ക് നിസ്കരിക്കാതിരിക്കാൻ ഉതിരുണ്ട്. ജുമാക്ക് പോകാതിരിക്കാൻ അവർക്കും ഉതിരുണ്ട്. ആ ഉതിർ നമ്മൾ വിചാരിച്ചൊന്നല്ല. അവർ വലിയ മഹാനാണ്. പക്ഷെ അതേ സമയത്ത് ഈ മനുഷ്യന്റെ അടുത്തിരിക്കുന്ന ജുമാക്കില്ല, നിസ്കാരം ഇല്ലാതിരിക്കണോ, അവനെന്ത് വേണ്ടത്? എന്താടോ ഒരു മഹാന് എന്ന് പറയുന്ന ഒരാൾക്ക് ജുമാക്ക് പോകാതിരിക്കാനുള്ള ഉദരെന്താടോ? മഹാനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഉദറൊക്കെ ഒന്നുകിൽ രോഗിയായിരിക്കണം, അല്ലെങ്കിൽ യാത്രക്കാരനായിരിക്കണം, ഭ്രാന്തനായിരിക്കണം. ഇതൊക്കെയാണ് ജുമുഅക്ക് പോകാതിരിക്കാനുള്ള ഉദറ്. ഇത് സാധാരണക്കാരനും ബാധകല്ലടോ. മഹാന് മാത്രമായിട്ട് ഉദറുണ്ടോ ഇസ്ലാമിൽ? അങ്ങനെ ഉദറുണ്ടോ? അപ്പൊ മഹാന്മാര് നിസ്കരിക്കാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ജുമുഅക്ക് പോകാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓൽക്കതിന് ഉദറുണ്ടാകും. ഇത് 1 നൂറ്റാണ്ട് കാലമായിട്ട് സമസ്ത കേരളത്തിൽ പഠിപ്പിച്ചെടുത്തതാ. പിന്നെ എങ്ങനെയാണ് ത്വരീഖത്തിന്റെ ഷെയ്ഖന്മാര് നിസ്കരിക്കുക? എത്ര ത്വരീഖത്തിന്റെ ഷെയ്ഖന്മാര് നിസ്കാരം ഒഴിവാക്കി ഇറക്കുന്ന ആൾക്കാരുടെ ഇവിടെ? ആ കൂട്ടത്തിൽപ്പെട്ട അനുയായികൾ നിസ്കാരം ഒഴിവാക്കി ഇറക്കണില്ലേ? നിസ്കാരത്തിന്റെ കാര്യം മാത്രം കേട്ടോളി. അടുത്ത് വരട്ടെ. കുറെ കാലം ഗൾഫിൽ നിന്ന് വന്നു ഒരുത്തൻ, ഈ ഷെയ്ഖിന്റെ ഒരുത്തൻ ഒരുപാട് ദിവസം കാലം ഗൾഫിൽ നിന്ന് വന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നു, പെട്ടി അവിടെ വെച്ചിട്ട് നേരെ ഷെയ്ഖിന്റെ അടുത്ത് പോയി. ഷെയ്ഖ് പറഞ്ഞു പിന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞുണ്ടാ? ശ്രദ്ധിക്കും, നല്ല രസമുള്ള സംഭവം. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? ഇവൻ വീട്ടിൽ വന്നു, ഭാര്യ മക്കളും ഒരു റൂമിൽ, ഇവൻ പുറത്തെ റൂമിൽ കിടന്നു. ഭാര്യയോട് പറഞ്ഞു ആയിട്ടില്ല. ഷെയ്ഖ് പറഞ്ഞു ആയിട്ടില്ല. മനസ്സിലായില്ല. 1-2 കൊല്ലം ഗൾഫിൽ പോയി നിന്നിട്ട് പുതിയാപ്പള ഒന്ന് വരണേ റബ്ബേ. മനുഷ്യന്മാരല്ലേ, മനുഷ്യനല്ലേ, ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ?
നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് ഗൾഫിൽ പോയി മടങ്ങി വന്നിട്ട് ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നോന്നെങ്കിൽ ആ പെണ്ണിൻ്റെ ഒരു സന്തോഷം എന്തായിരിക്കും? എന്നിട്ട് പുതിയാപ്പള വന്നിട്ട് പുതിയാപ്പളിനോട് ഷെയ്ഖ് പറഞ്ഞു ബന്ധപ്പെടാനായിട്ടില്ല, ആവുമ്പോൾ ഞാൻ പറയുന്നു. ഇനിയിപ്പോൾ ഈ പെണ്ണ് ദ്വാരക്ക ഇയാൾ എന്തെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ പരശുതമ്പുരാനെ ദ്വാരന്ന് കാത്തിരിക്കാം. ഈ ജാതി കള്ളന്മാർ പുറത്ത് പറയാൻ പറ്റില്ല എന്നാ പറയല്ലാതൊട്ട് നിർവാഹവുമില്ല. നിങ്ങൾ ചിന്തിക്ക്. ഭാര്യയോട് ബന്ധപ്പെടണമെങ്കിൽ ഷെയ്ഖിന്റെ സമ്മതം കിട്ടണം എന്ന് പറഞ്ഞ ആളുകൾ. സുഹൃത്തുക്കളെ, ഇത് അതിശയോക്തി പറയില്ല ഇയാള്. ഈ കാസിമി എനിക്ക് അനുഭവമുണ്ട്. ഒരുത്തൻ ത്വരീഖത്തിന്റെ ഒരു കെണിയിൽ കുടുങ്ങിയിട്ട് ഓൻ ഗൾഫിലേക്കാണ് പോണ സമയത്ത് ഓന്റെ ഭാര്യനെ നേരെ ഷെയ്ഖിന്റെ റൂമിൽ വീട്ടിലെ കൊണ്ടാക്കും. എന്നിട്ട് ആ കുടുംബവുമായി സംസാരിക്കാൻ പോയ അനുഭവം എനിക്കുണ്ട്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഷേഖന്മാർക്ക് എന്ത് ആണും പെണ്ണും, മഷായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും, ഓലെ മടിയിലേക്ക് ഒരു പെണ്ണിരിക്കണ കണ്ടാലും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓലൊരു പെണ്ണിനെ തടവണ് കണ്ടു കഴിഞ്ഞാൽ അത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് തടവായിരിക്കും. ഓല് കള്ളുടിക്കണ കണ്ടു കഴിഞ്ഞാൽ അത് കള്ളാണെന്ന് വിചാരിക്കരുത്, പാലായിരിക്കും. ഇത് 1 നൂറ്റാണ്ടിന്റെ അടി സമസ്ത പഠിപ്പിച്ചതിലൂടെ കേരളത്തില് അല്ലേ? ഇത് കേൾക്കുന്ന അനുയായികൾ എങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അല്ലേ? ഇപ്പൊ പരിതപിക്കുക, ഇപ്പൊ മുതലക്കണ്ണീര് ഒഴിക്കാണ്, ഇപ്പൊ കാര്യമാണ്. സമുദായത്തിന്റെ ദുരന്തം പറഞ്ഞിട്ട് കാര്യമാണ്, നെടുവീർപ്പിടാണ്. നിങ്ങളാണ് ഇതിൽ ഒന്നാം പ്രതികള്. ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന ഈ ശൈത്താനിയത്ത് ഇത് കേരളത്തിൽ വളർത്തിയതും വലുതാക്കിയതും സമസ്തയാണ്. സമസ്തന്റെ 1 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം ഒന്നിനും പറ്റാത്ത ചണ്ടികളായ ചവറുകളായ ഒരു അനുയായികൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇത്തരം ശൈത്താനിയത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആ അനുയായികൾ പോകാൻ കാരണം നിങ്ങളുടെ സമസ്തയാണ്, സലഫികളൊന്നുമല്ല. കഴിഞ്ഞിട്ടില്ല, വരട്ടെ. കുട്ടികളുണ്ടാവണ്ട, വിവാഹവും ഇന്നത്തെ നിക്കാഹുകളൊന്നും സഹിഹല്ല എന്ന് പറയുന്ന ചില ശൈഖന്മാരുണ്ട്. കാരണം നിക്കാഹിന് സഹിഹാണെങ്കിൽ സാക്ഷി വേണ്ടേ? ഇന്നിപ്പോൾ സാക്ഷി നിൽക്കാൻ പറ്റിയ ഒരാൾ ദുനിയാവിൽ ഇല്ല. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിൽ ഒരു ശൈഖുണ്ട്. ആ ഷെയ്ഖിന്റെ ആളുകൾ, കണ്ണൂർ ജില്ലയിൽ ഒരു ഷെയ്ഖുണ്ട്, ആ ഷെയ്ഖിന്റെ ആളുകൾ നിക്കാഹ് ചെയ്യരുത് എന്ന അഭിപ്രായക്കാരാണ്. എല്ലാ നിക്കാഹുകളും ഫാസിദാണ്. കാരണം ഷഹാദത്തിനെ പറ്റിയ ആളുകളെ ഭൂമിയിൽ ഇപ്പോൾ, ജാമ്യം ഒന്നും സാക്ഷി എഴുതാൻ പറ്റിയ ആദില്യങ്ങളായ ആളുകൾ ഇപ്പോൾ ഭൂമിയിൽ ഇല്ല എന്ന്. ഇനി എന്ത് വിചാരം നടത്തിയാലും വേണ്ട, നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്ന്. കണ്ണൂർ ജില്ലയിലുണ്ട് അത്ര അങ്ങനത്തെ ഒരു ഷെയ്ഖ്. ഈ കണ്ണൂർ ജില്ല കാനഡയിലൊന്നുമല്ലല്ലോ, കേരളത്തിൽ ഈ സമസ്ത ഉണ്ട്. സമസ്തയുടെ പാരമ്പര്യം പറഞ്ഞ ഊറ്റം കൊണ്ട ഈ കേരളത്തിലുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ അങ്ങനത്തെ ഷെയ്ഖിന്റെ എത്ര എന്ത് നിക്കാഹിന് പറ്റിയ സാക്ഷികൾ ഇപ്പല്ല, അതുകൊണ്ട് നിക്കാഹ് പറ്റൂല, പക്ക വ്യഭിചാരം. ഇത് കേരളത്തിൽ നടക്കുന്നില്ലേ? അങ്ങനെ ഒരു ഷെയ്ഖ് കേരളത്തിലുണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ ഉണ്ടെങ്കിൽ, ആ കണ്ണൂർ ജില്ലയിൽ സമസ്തല്ലേ, സമസ്തന്റെ മഹല്ലല്ലേ, നിങ്ങൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവരോട്? അവരായിട്ട് മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അവർ മരിച്ചാൽ ഈ ഖബർസ്ഥാനിക്ക് കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സലഫികളോട് നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാട്ടിലൊരുത്തൻ സലഫി ആയി കഴിഞ്ഞാൽ അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിഷ്കരണം. ഓന്റെ കല്യാണം ബഹിഷ്കരിക്കുക, ഓന്റെ വീട് കൂടുതൽ ബഹിഷ്കരിക്കുക, ഓനെ കണ്ടാൻ മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, മഹല്ല് ബഹിഷ്കരിക്കുക, മയ്യത്ത് ബഹിഷ്കരിക്കുക, ഖബർസ്ഥാനിക്ക് അടുപ്പിക്കൂല എന്ന് പറയാ, അങ്ങനെ ഓനോട് മുണ്ടുന്ന ആൾക്കാരെ ബഹിഷ്കരിക്കുക. ഇതൊക്കെ നിങ്ങളോട് ചെയ്യണില്ലേ? എന്താണോ ഇത്തരം ത്വരീഖത്തിന്റെ ശൈഖന്മാര് കൊടികുത്തി വാഴുന്ന ഈ സമസ്ത ഭരിക്കുന്ന, സമസ്തക്ക് നിയന്ത്രണമുള്ള മഹല്ലുകളിൽ ഇത്തരം ശൈത്താന്മാര് ത്വരീഖത്തിന്റെ പേരിൽ വരസുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഇന്ന് വരെ അവരോട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? സമസ്തല്ലോട് ഇതിനൊക്കെ വളർത്തിണ്ടാക്കിയത്. ഈ എല്ലാ ത്വരീഖത്തിനും ലൈസൻസ് കൊടുത്ത് സമസ്തല്ലേ അല്ലേ? നിങ്ങൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഓരോ ത്വരീഖത്തിനെ എതിർക്കുന്നത്? നിങ്ങളെ സംഘടനയിൽപ്പെട്ടവരല്ല, നിങ്ങളുടെ സംഘടനയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഓരോ ത്വരീഖത്തിനെ നിങ്ങൾ എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ EK ഗ്രൂപ്പിൽ നിന്നും വളർന്നു വരുന്ന ത്വരീഖത്തിനെ APക്കാർ എതിർക്കൂല, AP ഗ്രൂപ്പിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞുണ്ടാക്കുന്ന ത്വരീഖത്തിനെ EKക്കാർ എതിർക്കൂല. പരസ്പരം സപ്പോർട്ടാണ്. അപ്പൊ ആദർശം ഒന്നല്ല നിങ്ങളെ സംഘടനയ്ക്ക് പ്രശ്നം. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരം ശൈത്താനിയത്തിനെ എല്ലാം വളർത്തിയത് ഈ സമസ്തയുടെ 1 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യമാണിത്. അതിന്റെ അവശിഷ്ടങ്ങളാണിതൊക്കെ, അതിന്റെ ബാക്കി പത്രങ്ങൾ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മിണ്ടാതൊരു ഭാഗത്തിരുന്നു. ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ടായത് സമസ്ത കാരണമാണ്, അവർ ഈ ഉന്നതിയിലെത്തിയത് സമസ്ത കാരണമാണ് എന്നുള്ള അട്ടിപ്പേർ അവകാശമായിട്ടുണ്ട്. വരാൻ നിൽക്കണ്ട, മിണ്ടാതോടെ ഇരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ വക ചവറുകളൊക്കെ മാന്തി പുറത്തു കൂടി ഞങ്ങള്. അപ്പൊ ഈ സമസ്ത എന്നുള്ള ഈ പിന്തിരിപ്പം പ്രസ്ഥാനം എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ടാൽ കേരള മുസ്ലിങ്ങൾ രക്ഷപ്പെടും, യഥാർത്ഥ അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങും. അത് അങ്ങക്ക് ദീനിനോട് സ്നേഹം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ സമസ്തന്റെ പോരിശം പറഞ്ഞിട്ട് സലഫിയാളെ മുമ്പിൽ കൊമ്പ് കുലുക്കി വരാൻ നിൽക്കണ്ട. ആ കൊമ്പ് ഒടിച്ചിട്ട് മൂലക്കെത്താൻ ഞങ്ങൾക്ക് അറിയും. അതാണ് തൽക്കാലം ഞങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.